ഹലോ, ഇന്ന് ഞാനൊരു അവലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്കൊക്കെ ഈസി ആയിട്ട് എങ്ങനെ അവലോസ് പൊടി ഉണ്ടാക്കാവുന്നതിനെ കുറിച്ചാണ് ഒരു വീഡിയോ ഇടുന്നത്. ഇത് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഇഡ്ഡലി റൈസാണ്. ഇതൊരു 2-3 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം പോയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഇതിനെ ഒന്ന് തരിതരിയായിട്ട് അരച്ചല്ല പൊടിച്ചെടുക്കണം. ഇത് ഈ ഒരു കൺസിസ്റ്റൻസി വേണം. ഒരുപാട് പൊടിഞ്ഞും പോകരുത്, എന്നാൽ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ തരികളും വേണം. ഒരുപാട് പൊടിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവലോസ് പൊടിക്കൊരു ടേസ്റ്റ് ഉണ്ടാവത്തില്ല. കാരണം ഒരുമാതിരി പത്തിരിപ്പൊടിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുന്നൊരു ഫീലായിരിക്കും. ഇനി അതിൻ്റെ അകത്തായിട്ട് നമുക്ക് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുവാണ്. ഞാൻ ഈ ഒരു അളവ് കപ്പിലാണ് അരി എടുത്തിരുന്നത്. അതൊരു 300 ml-ൻ്റെ അകത്ത് ഒരു 250 ml ഞാൻ അരിയും 300 ml-ൻ്റെ തേങ്ങയാണ് അതിൻ്റെ അകത്ത് ചേർത്തേക്കുന്നത്. തേങ്ങ എത്രത്തോളം ഇടുന്നു അത്രയും രുചിയാണ്. ഇനി ഒരു ടീസ്പൂണോളം നല്ല ജീരകം ഞാൻ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാനിതെല്ലാം വേഗത്തിലാണ് ഇനി കാണിക്കുന്നത്, കാരണം നിങ്ങളെ ബോറടിപ്പിക്കരുതല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു അരമണിക്കൂറത്തേക്ക് അടച്ച് വെക്കാം. അപ്പം ഈ തേങ്ങയിലുള്ള തേങ്ങയിലെ വെള്ളം എല്ലാം ഈ അരിയിൽ പൊടിക്കകത്തോട്ട് പിടിച്ച് നല്ല ഒരു ടേസ്റ്റായിട്ടായിരിക്കും കിട്ടുക. ഇനി ഒരു പാൻ നമുക്ക് ഗ്യാസിലോട്ട് വെച്ചതിന് ശേഷം ഒരു മീഡിയം ഹീറ്റിൽ ചൂടാക്കി വെക്കുക. എന്നിട്ടാണ്ട് ഈ മിക്സ് ചെയ്ത പൊടി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇതിനെ ഇളക്കരുത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും, ഒരു രുചിയും കിട്ടത്തില്ല. അതുകൊണ്ടൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ടേ ഇതിനെ ഇളക്കാവുള്ളൂ. ഞാൻ ഈ സ്പീഡിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോനെ സ്പീഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ ആ കളർ ചേഞ്ചിൻ്റെ ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതിനെ സ്പീഡിൽ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ആ ജീരകത്തിൻ്റെ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കൈ വിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ എപ്പോഴും ഇളക്കുന്നതായിട്ടാണ് കാണുന്നത്. നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിക്ക് അത് കരിഞ്ഞു പിടിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൈവിടാതെ തന്നെ നിങ്ങളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ അകത്ത് ഏലക്ക പൊടിച്ചത് ചേർക്കാം കേട്ടോ. അത് ചിലർക്ക് ടേസ്റ്റ് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണേൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇതൊക്കെ നമുക്ക് ദൂരെ ഇരിക്കുമ്പോഴത്തേക്ക് നാട്ടിൽ നിന്നൊക്കെ ദൂരെ പോയി ഇന്ത്യക്ക് വെളിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ മിസ് ചെയ്യുന്നവരായിരിക്കും. കാരണം എനിക്കൊക്കെ ഇതൊക്കെ നാടൻ ഭക്ഷണങ്ങളും നാടൻ പലഹാരങ്ങളൊക്കെ ഒരുപാട് മിക്സ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ട്രൈ ചെയ്ത് നാട്ടിലെ ഫീലൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, കളർ ചേഞ്ച് ആയത്. ഇതിൻ്റെ ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട് ഏകദേശം. അപ്പം നിങ്ങൾ ഈ ഒരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എപ്പോഴും ആ പൊടി എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഒരുപാട് മൂത്ത് പോയി കഴിഞ്ഞാൽ ഇതൊരുമാതിരി മണ്ണ് നമ്മൾ കഴിക്കുന്നൊരു ഫീലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് എപ്പോഴും ഇത് ഫ്രൈ ആയി വരുമ്പോൾ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. എന്നിട്ട് ഈ പരുവാകുമ്പോഴാണ് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഏലക്ക പൊടി ചേർക്കുന്നത്. കാരണം ലാസ്റ്റ് ചേർക്കാൻ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു പരുവത്തിൽ നമ്മൾ ഏലക്കാപ്പൊടി ചേർക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഏലക്കാപ്പൊടി ഈ സമയത്ത് ചേർക്കാവുള്ളൂ. ഇതാണ് ഞാൻ ചേർക്കുന്നത്. ഇവിടെ മേടിക്കാൻ കിട്ടും ഇങ്ങനെ പൊടിയായിട്ട്. ഓക്കെ, അപ്പം ഇതെല്ലാം ചേർത്ത് കഴിയുമ്പോൾ നല്ല മണമോ ഏലക്കയുടെയും ജീരകത്തിൻ്റെയൊക്കെ നല്ല മണമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു പരുവം ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങൾ ആ പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റിയിരിക്കണം. അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഇത് വീണ്ടും ഒരുമാതിരി ഫ്രൈ ആയിട്ട് ഒരുമാതിരി ഞാൻ പറഞ്ഞ പോലെ മണ്ണിൻ്റെ ഒരു കടിക്കുന്നൊരു ഫീലായിരിക്കും കിട്ടുന്നത്. പിന്നെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.